ഗോവിന്ദചാമിയെ ചാർലി തോമസ് എന്ന് പരാമർശിച്ചതിൽ പരിഹാസവുമായി നടൻ വിനായകൻ രംഗത്ത്. കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയും പിടിയിലാവുകയും ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ചാർലി തോമസ് ജയിൽ ചാടി, ചാർലി തോമസ് പിടിയിലായി തുടങ്ങിയ തലക്കെട്ടുകളാണ് ജനം TV നൽകിയത്. ഗോവിന്ദചാമിയുടെ പുതിയ പേര് ചാർലി തോമസ് എന്നതിന് പകരം മുഹമ്മദ് കുട്ടി എന്നോ നസറുദ്ദീൻ ഷാ എന്നോ ആയിരുന്നെങ്കിൽ നർക്കോട്ടിക് ജിഹാദ് അച്ഛൻ പുതിയ ജിഹാദുമായി വരുമായിരുന്നുവെന്ന് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്കിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ചത്തുപോയ ക്രിമിനൽ വക്കീൽ ഗോവിന്ദചാമിയുടെ വക്കാലത്തെടുക്കാൻ പണം തന്നത് ആരാണെന്ന് പറഞ്ഞില്ല. സ്വർഗത്തിലോ നരകത്തിലോ ഭൂമിയിലോ ഇരുന്ന് ക്രിമിനൽ വക്കീൽ ആ പേര് പറഞ്ഞിട്ടില്ല. ഭാഗ്യം ഗോവിന്ദചാമിയുടെ പേര് ചാർലി തോമസ് എന്നായത്. ഇതിനു പകരം ഗോവിന്ദചാമിയുടെ പുതിയ പേര് മുഹമ്മദ് കുട്ടി എന്നോ നസറുദ്ദീൻ ഷാ എന്നോ ആയിരുന്നെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് അച്ഛൻ പുതിയ ജിഹാദുമായി വരുമായിരുന്നു. ജയിൽ ജിഹാദ്, ക്രൈം ജിഹാദ്, ബ്ലാ ജിഹാദ്. കർത്താവേ, നാർക്കോട്ടിക് ജിഹാദ് അച്ഛനെയും ഗോവിന്ദചാമി എന്ന ചാർലി തോമസിനെയും ക്രിമിനൽ വക്കീലായ ആളൂരിനെയും അയാളുടെ അമ്മയെയും ഉണ്ടെങ്കിൽ അയാളുടെ ഭാര്യയെയും മക്കളെയും പേരമക്കളെയും കാത്തോളണേ. ഇതായിരുന്നു വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം ഗോവിന്ദചാമിയെ ചാർലി തോമസ് എന്ന് പരാമർശിച്ച ജനം TVക്കെതിരെ വിമർശനവുമായി സീറോ മലബാർ സഭയും രംഗത്തെത്തി. ഗോവിന്ദചാമി ഒരിക്കൽ പോലീസിന് വ്യാജമായി നൽകിയ പേരാണ് ചാർലി തോമസ്. ഈ പേര് പരാമർശിച്ചുകൊണ്ട് ജനം TV പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ദുരുദ്ദേശപരമായ ശ്രമത്തെ ശക്തമായി അപലപിക്കുന്നതായി സീറോ മലബാർ സഭ പ്രസ്താവനയിൽ പറയുന്നു. മതദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കാനുള്ള ശ്രമമാണിതെന്നും സീറോ മലബാർ സഭയും വ്യക്തമാക്കി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.